ക്രിസ്തുയേശുവിലെ ഏവർക്കും സ്നേഹവന്ദനം. വലിയ നോമ്പിൻ്റെ ഭാഗമായി ഇന്നത്തേക്ക് നമുക്ക് ധ്യാനത്തിന് ആസ്പദമായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സസ് ഫ്രം 1 to 10. അതിൽ 10-ാമത്തെ വചനം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് പൗലോസ് അപ്പോസ്തലനിലൂടെ അടിയങ്ങൾക്ക് തന്ന ഈ വചനത്തിനായി സ്തോത്രം. വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെ മനസ്സിലാക്കുവാൻ പറയുന്ന അടിയനെയും കേൾക്കുന്ന ജനത്തെയും ഇടയാക്കണമേ. ആമേൻ. നോമ്പുകാലം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും സമയമാണ്. രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന ചിന്തയാണ് രക്ഷാ അനുഭവത്തിൻ്റെ ആദ്യഘട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സങ്കീർണമായ ആശയങ്ങളും മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസങ്ങളും നിറഞ്ഞ നമ്മുടെ ഈ ലോകത്ത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും നിത്യരക്ഷ നൽകുവാനും ശക്തിയുള്ള എന്നാൽ ലളിതവും ഗഹനവുമായ ഒരു സന്ദേശം പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമുക്ക് നൽകുന്നു. ആദ്യമായി ഇതിൽ പറയുന്നത് യേശു കർത്താവാണ് എന്ന് നാം അധരം കൊണ്ട് ഏറ്റുപറയണം എന്നാണ്. അതായത് പിതാവായ ദൈവവുമായി അനുരഞ്ജനത്തിന് വേറൊരു മാർഗവുമില്ല എന്നാണ് കാണിക്കുന്നത്. ക്രിസ്തുവിലൂടെ മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ കഴിയൂ. ഏറ്റുപറയുന്നതിലൂടെ നമ്മളെ നീതീകരിക്കുവാനും ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിലൂടെ റോമിലെ യഹൂദ വിജാതീയ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് പറയുന്നതായാണ് നമ്മൾ ഈ ലേഖനത്തിൽ ആഗോളം കാണുന്നത്. ഒരാളുടെ വംശീയമോ മതപരമോ ആയ പശ്ചാത്തലം പരിഗണിക്കാതെ രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നാം ഇവിടെ കാണുന്നു. രണ്ടാമതായി നമ്മളിവിടെ കാണുന്നത് നമ്മുടെ വായ് കൊണ്ട്, അതായത് അധരം കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കണം എന്നാണ്. അതായത് യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയുന്നത് യേശുവിലുള്ള വിശ്വാസമുള്ള ഒരുവന് മാത്രമേ സാധിക്കൂ. ക്രിസ്തുവിനോടുള്ള നമ്മുടെ വിധേയത്വത്തിൻ്റെ പരസ്യമായ പ്രഖ്യാപനം ആണിത്. ഈ ഏറ്റുപറച്ചിൽ നമ്മുടെ സമ്മതമാണ്. കാരണം ഇത് യേശുവിനെ തിരിച്ചറിയുവാനും നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനും ഉള്ള നമ്മുടെ മനോഭാവം പ്രകടമാക്കുന്നു. ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നത് പാപത്തെയും അതിലുപരി മരണത്തെയും കീഴടക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് കാണിക്കുന്നത്. നാം യേശുവിനെ കർത്താവായി ഏറ്റുപറയുകയും അവൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് രക്ഷ വാഗ്ദാനം ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ്. ഈ ദൈവിക ദാനം, അതായത് രക്ഷ എന്ന ദൈവിക ദാനം, നമ്മെ ലോകത്തിൻ്റെ പലതരത്തിലുള്ള പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുകയും നമുക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസത്തിലൂടെയുള്ള ഏറ്റുപറച്ചിലിന് ഒരു വലിയ പങ്കുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. മുൻപ് പലപ്പോഴും എടുത്തിട്ടുള്ളതാണെങ്കിൽ കൂടി ഒന്നുകൂടി പുതുക്കി തീരുമാനിക്കാം. സാധ്യമായ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കാതെ ഞാൻ എൻ്റെ യേശുവിനെ ഏത് സാഹചര്യത്തിലും കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവസ്നേഹം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് ഇടപെടുവാൻ ശ്രമിക്കും. ഏത് മനുഷ്യനും രക്ഷ ആവശ്യമാണ്. തത്ഫലമായി ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന സമാധാനം വളരെ വിലപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെയും ക്ഷമയെയും കരുതലിനെയും പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേറെ വിശാലമാകുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നു. അത് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നു. യേശുപ്പച്ച ഈ നോമ്പ് കാലയളവിൽ ഹൃദയം കൊണ്ട് അങ്ങിൽ കൂടുതൽ വിശ്വസിക്കുകയും പ്രവൃത്തികൾ കൊണ്ട് അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുവാനും അടിയങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.